ഇക്കരയാണെന്റെ താമസം. ഒരു പ്ലേറ്റ് ദോശ കൊടുത്താ കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. ഇതെന്താ വേണോ? പുട്ടും കടലക്കായും ഉണ്ടോ? ഉണ്ടോന്നോ? റസ്മയിലെ ഒരു കുറ്റി പുട്ടെടുത്തൊരു വലിയ നോക്ക് തിന്നട്ടെ. അതെന്താണ് ഒരു ചായ കുടിച്ചത് 100 നോട്ട്? ഇതേ ചില്ലറ മാറ്റാനുള്ള സ്ഥാപനമല്ല. ചേഞ്ച് ഇല്ല മുതലാളി. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? എന്തെങ്കിലും കുറച്ച് പലഹാരം നിന്ന് പൈസ കണക്കാവട്ടെ. അത് വിശപ്പുണ്ടെങ്കിലേ കഴിക്കാക്കത്തുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യാം. റോസ്മാനെ ചൂടുള്ള ദോശ ആംബ്ലേറ്റ് ഒക്കെ പാർസലാക്കി കൊടുക്കുമ്പോഴേക്ക് കുട്ടികൾക്ക് കൊണ്ടേ കൊടുക്കട്ടെ. അയ്യോ അത് വേണ്ട. പുട്ടും കടലക്കായും വേണ്ടോ? അത് കണ്ടു പഠിക്കേ. വയസ്സായൊരു തള്ളല്ലേ ഇപ്പൊ തന്നെ 10-25 രൂപയ്ക്ക് തിന്ന് കാശ് തരാൻ ഉദ്ദേശമില്ല. പിന്നെ എന്ത് കഴിച്ചാൽ എന്താ? അവര് ഭ്രാന്തിയാണ് കാതർക്ക. 2-3 ദിവസം ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഊരും പേരൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നലെ ആ കുറുപ്പിന്റെ കടയിൽ കയറി കാപ്പ് കുടിച്ചിട്ട് കാശ് കൊടുക്കാതെ വലിയ പ്രശ്നമായി. കരഞ്ഞാല് പൂവമ്പായം തരാം കേട്ടോ. ഒട്ടും ഏത്തപ്പോയി ഓസി അടിക്കാനല്ലേ? അല്ല എന്താണ് ഉദ്ദേശം? ഇതുവരെ തിന്നോടത്തോളം കാശ് വെക്ക്. 25 രൂപ 60 പൈസ. കാശോ? എന്തിനാ പറ്റി നിനക്ക് കാശ്? എടാ ഇന്ന വീടെ കയറി നക്കി നിന്നെ പറ്റിയതോ? എടാ ഉസ്മാനെ വേണ്ട മോനെ, പാവല്ലേ. നോക്കട്ടെ ഈ കെട്ടില പൈസ പോയി തന്നാ മതി. അങ്ങനെ പറ, നീ സ്നേഹമുള്ളവനാ. ഞാൻ പോവാ. അയ്യോ ഭഗവാനെ കുഴഞ്ഞു. ഇയാളെ നേരത്തെ കെട്ടിയെടുത്തല്ലോ. എത്രയായി? 5 രൂപ. പേര് നിഷ്കളങ്കം പോകും. എന്റെ അമ്മോ, ഇതുപോലൊരു ഫ്രോഡ്. എന്താ സാറേ ഒരു ഒരാളൊക്കെ പറയാൻ പറ്റും. എന്റെ ഒരു ബന്ധു വരുന്നുണ്ട്. ആള് സ്വല്പം ലൂസാ. ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത്. ഓ അത് ഞാനേറ്റു. എന്താണ് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇത് സഞ്ചരിക്കുന്ന ഇസ്തിരി വണ്ടി. തമിഴ് പറഞ്ഞ നടമാടൻ സലവൈക്കൂടം. അങ്ങനെ സ്ഥലമാടും കൂടെ നടമാടണ്ട. ഇഞ്ചക്കുന്ന് തറവാട്ടുമുറ്റത്ത് ഇസ്തിരി വണ്ടിയോ? നോവിടെ വീടാത്? ആര് പറഞ്ഞ അവിടെ കൊണ്ട് നിർത്തിയത്? വെറുതെ അല്ല, തറവാട കൊടുത്തിട്ടാ ഞാൻ ഈ വണ്ടി ഇതിനകത്ത് ഇടുന്നത്. തറവാടക്ക്? ഓ ഈ വീടിന്റെ ഉടമസ്ഥൻ നന്ദൻ സാറിന് 25 രൂപ വീതം മാസവാടക സമ്മതിച്ച് അതിന്റെ അഡ്വാൻസും കൊടുത്തിട്ടാ ഈ വണ്ടി ഞാൻ ഇതിനകത്ത് ഇടുന്നത്. ഓ അത്രയ്ക്കായോ? ഈ വക പരിപാടി ഒന്നും പറ്റില്ല. എടുത്തോണ്ട് പോ, എടുത്തോണ്ട് പോടോ, എടുത്തോണ്ട് പോടോ. കഴിക്കാറില്ലെന്നാ പകത്തുണ്ടാവില്ല. കള്ളൻ, പരമകള്ളൻ, തെണ്ടി, ശപ്പൻ, എരപ്പാളി. എരപ്പാളി തന്റെ തന്തേ. അയ്യോ ഇന്ന് നിന്റെ സുഖവാസം ഞാൻ അവസാനിപ്പിക്കും. ചിലപ്പോ കക്കൂസിൽ ഒളിച്ചിരിക്കുവൻ. സാറിന്റെ രാവിലെ വാടക വാങ്ങാനായിരിക്കും. ഓ വാടക വരണ്ട താമസം. എടുത്തിങ്ങോട്ട് കൈ തരും. 4 മാസത്തെ വാടക ബാക്കിയാ. ഇപ്പൊ വീടുമില്ല, വാടകയില്ല. ഇതിനൊക്കെ പറഞ്ഞ വീടിനകത്ത് അലക്ക് കമ്പനി. കണ്ടില്ലേ, നേരം വിളിച്ചപ്പോ വീട് പൂട്ടി മുങ്ങിയിരിക്കുക. ഇതവര് സ്ഥിരം പരിപാടിയാ. ഞാനും 4 ദിവസത്തോട് കയറി ഇറങ്ങുക. ഒരു രജിസ്റ്റേർഡ് കത്തുണ്ട്. നല്ല ജോലിക്കാരിയാണെന്ന് വിചാരിച്ചാ, അല്ലേ പണ്ടേ തിരിച്ചയച്ചാണ്. ആ സാറിന്റെ ഒരു കത്തുണ്ട്. ഓ ജപ്തിസാണല്ലോ. കണ്ണി കണ്ട കാർഷികളങ്ങളൊക്കെ എഴുതി തള്ളണു. എന്നാ ഇതും കൂടെ കണ്ട് എഴുതി തള്ളിക്കൂടെ? വവ്വാലായിരിക്കും. ഓ കണ്ണിമാങ്ങിയ. ഓ ഇവിടെ ഉണ്ടായിരുന്നു. പാവ പിള്ളച്ചേണ്ട ഇങ്ങനെ നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? കൃത്യമായിട്ട് ആ വാടകയും കൊടുത്താലെന്താ? നമുക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട്? എന്തിനാ? അല്ല അത്രയ്ക്ക് തെന്ന വാങ്ങാൻ കൊടുത്താൽ. എവിടെ നോക്കിയാണോ നടക്കുന്നത്? എന്താണ് ഇവിടെയാണോ കച്ചവടം ചെയ്യുന്നത്? എന്നാ പിന്നെ റോഡിലോട്ട് ഇറങ്ങി. ഇടിയ നിങ്ങളെ കേട്ടല്ലോ, സമാധാനമായല്ലോ. നോക്കി വരട്ടല്ലേ. സോറി, ബ്രേക്ക് ചോട്ടി ഞാൻ അറിഞ്ഞില്ല. ബസ്സിൽ ഉറങ്ങിപ്പോയി. നീ വിചാരിച്ച നിന്റെ കമ്പനിയിലെ എനിക്കും കൂടെ ഒരു ജോലി. ഇവൻ ജോലി തേടി വന്നതാണ്.
നന്ദു ആളുണ്ടോ ബസ് നിർത്തും നിർത്തും അടുത്ത സ്റ്റോപ്പിൽ നിർത്തി എന്റെ ആളങ്ങ് പോകും. വണ്ടി നിർത്തിയപ്പോ തനിക്ക് ഇറങ്ങാറില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാ? ആളുകൾ പോട്ടോ കണ്ടക്ടർ ബോധം കെട്ടുകൊണ്ട് ഡ്രൈവർ സാർ വണ്ടി നിർത്തുക. ഒരാളോട് കയറാണ്ട് വണ്ടി നിർത്തണേ. നന്ദു, നന്ദു, വണ്ടി നിർത്തണേ, വണ്ടി നിർത്തണേ. അതിൽ നിന്ന് വണ്ടി വിട്. എങ്ങോട്ടാ? ആൾ കേറിട്ട് പറ. ആ ബസ്സിന്റെ പുറകിൽ വിട്. എളുപ്പം. ആളെ പെട്ടെന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കരുത്. ബാക്കിൽ ആളെ കയറില്ല. നോക്ക്. വണ്ടി വിടും. നേരെ പോട്ടെ. ഞാനാണ്. ഒന്ന് നിർത്ത്. തന്റെ പേര് നന്ദുന്നാണ് അല്ല താൻ വണ്ടി വിടോ ആ ഓട്ടോക്കാരാ, എന്റെ കൂട്ടുകാരനാണ്. അയാൾ ഒന്ന് നിർത്തണേ. ഒന്ന് ഇറക്കി വിടണം. ഒന്ന് വേഗം വിടോ ഇത്രേ ഉള്ളൂ ആ ഫ്രണ്ടിൽ പോ. ഓട്ടോ ഒന്ന് നിർത്തോ. നിർത്ത്, നിർത്ത്. എന്ത് പറ്റി റിസർവിലാക്കി ഓടിയത് ചെറുമിലാ ഓടിയത്. ഞാൻ വിളിച്ച നീ കേട്ടില്ലേ? ഇല്ല, എനിക്ക് അപ്പോഴേ തോന്നി. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. തന്റെ വണ്ടി ഓടിയന്റെ കാശ് അപ്പോ സാറേ കൊടുത്തേക്ക്. എന്റെ ചില്ലറയില്ല. നോ ചേഞ്ച്. ഓ ഞാൻ അയച്ച എഴുത്ത് നിനക്ക് കിട്ടിയില്ലേ? ഇല്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വിവരത്തിന് നന്ദകുമാർ, മാനേജിംഗ് ഡയറക്ടർ, ലാൽക്കനം അത് കിട്ടി. രാവിലെ മുതൽ നിന്നെ അന്വേഷിച്ച് കേറി ഇറങ്ങാൻ ഇനി ഒരു ബസ്സില്ല. ഞാൻ കണ്ടു. ഞാൻ നിന്നെ വിളിച്ചു. നീ ഉറക്കെ വിളിക്കാൻ എന്ത്? വിളിച്ചെന്റെ തൊണ്ട പൊട്ടി. നീ അല്ലേ ആള്? നന്ദു നന്ദു എന്ന് പെതുക്കെ വിളിച്ചാണ്. നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? എന്ത് ബുദ്ധിമുട്ട്? നിന്റെ വരവ് പ്രമാണിച്ച് ഓഫീസിൽ നിന്ന് ഒരാഴ്ചത്തെ ലീവ് എടുത്തിരിക്കുക. അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു. നീ ഒരുമാതിരി അന്യനെ പോലെ സംസാരിക്കുന്നു. നീ വരുന്നെന്ന് കേട്ടാ ലീവല്ല, ചിലപ്പോ ജോലി തന്നെ രാജിവെച്ചെന്നില്ല. അതാടാ സ്നേഹം. പിന്നെ നീ കുരുക്കുളത്ത് വന്നു പോയതിനു ശേഷം നാട്ടുകാർക്ക് എന്നും അതായിരുന്നു സംസാര വിഷയം. അല്ല, അതിനുശേഷം നീ എന്നെ കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നോ? ഓർക്കാറുണ്ടോന്നോ? എന്റെ ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് എപ്പോഴും നിന്നെ പറ്റി തന്നെ പറച്ചില്. അതാ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ. ഓ തുടങ്ങി നിന്റെ ഈ അനാവസരത്തിലുള്ള പഴഞ്ചൊല്ലു കുറച്ചിൽ ആദ്യം ഒന്ന് നിർത്ത്. അതെ, ജാത്യാലുള്ള തൂത്താ മാറുവോ? നീ ശരിയാവില്ല. നിന്റെ കാർ എവിടെ? കാറ് വർക്ക്ഷോപ്പിലാണ്. ഈ പിസ്റ്റൻ ഷോക്ക് അബ്സോർബറിന് കയറി മഫ്ലർ പോയി. അത് സൂക്ഷിക്കണം. ഞാനൊരു ഓട്ടോയിലിഞ്ഞ് പോന്നു. ഈ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുന്നവരെ സമ്മതിക്കണം. എന്ത് മെനക്കെട്ട പരിപാടിയാണെന്ന് അറിയാമോ? കമ്പനി ക്വാർട്ടേഴ്സ് റിപ്പയറിലാണ്. തൽക്കാലം ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് താമസം. സൗകര്യങ്ങളൊക്കെ കുറവാണ്. നീ തിരിച്ചു പോകുന്നവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. തിരിച്ചു പോകുന്നത് എന്തിന്? അയ്യേ, ഞാൻ തിരിച്ചൊന്നും പോവാ. അല്ല, ഈ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു പോകുന്നവരെ. ഓട്ടോ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റോപ്പ്. തിരിച്ചുവിട് തിരിച്ചുവിട്. എത്രയായി? 10 രൂപ. നീ ഞാൻ കൊടുത്തരെ. അല്ല, എന്റെ ചില്ലറയില്ല. ഞാൻ എന്നാ പിന്നെ ഞാൻ കൊടുക്കാം. ഇതാണ് എന്റെ വാസസ്ഥലം. വലത് കാലി വെച്ച് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കയറിയാട്ടെ. വലതും വെക്കണ്ട ഇടതും വെക്കണ്ട, അവിടെ നിന്നാ മതി. ഈ കെട്ടിടത്തിന്റെ ഓണറാ നിഷ്കളങ്കം പിള്ള. നല്ല മനുഷ്യനാ. ഒരു നട്ട് ലൂസാ. പേടിക്കൊന്നും വേണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. എടോ, നേരം വെളുത്തപ്പോ മുതൽ കുത്തിരിക്കാൻ തുടങ്ങിയതാ തന്നെ ഒന്ന് കാണാൻ. ചേട്ടൻ എന്താ ഇങ്ങോട്ട് വന്നു? ഒരു വാക്ക് പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരത്തില്ല. ചേട്ടൻ വന്നേ. നീ അവിടെ നില്ല. എല്ലാം നമുക്ക് ശരിയാക്കാം. വെറുതെ നാറ്റിക്കരുത്. നാരട്ടടോ, ഇനി എന്തോന്ന് നാരാൻ? താന്താ വിചാരിച്ച് ഒരു വീടും കെട്ടി വഴി പോകുന്നവരെ സൗജന്യമായിട്ട് താമസിപ്പിക്കാൻ ഞാൻ കൊച്ചി രാജാവിന്റെ കൊച്ചുപോനോ? ചിരിക്കണ്ട 4 മാസത്തെ കുടിശ്ശിക ബാക്കി എന്നിട്ട് അകത്തോട്ട് കയറിയാ മതി. ചേട്ടൻ ഒരാഴ്ച കൂടി ക്ഷമിക്കണം.
കംപ്ലീറ്റ് പിടിച്ചു തീർക്കാം. ലോട്ടറി എടുത്തുണ്ടാവും അല്ലേ? അല്ല, എനിക്കൊരു ജോലി ശരിയാവും. അപ്പോ എന്നാ ജോലി ശരിയായിട്ട് അതോട്ട് കയറിയാൽ മതി. അതുവരെ ഞാൻ എവിടെ കിടക്കും? റോട്ടില്. തീർച്ചയാണോ? അല്ല, തീർച്ച. ഒരു മിനിറ്റ്, നിന്റെ കയ്യിലുള്ള കാശ് നിർത്തെ. ചില്ലറ ഇല്ല. ചില്ലറ വേണ്ട. ചില്ലറ ഇല്ലല്ലേ? എന്നായിരിക്കട്ടെ. അപ്പോഴും തികയില്ലോ ബാക്കി? ബാക്കി തരാം. അപ്പോഴും 4 മാസത്തെ ബാക്കിയാണല്ലോ. ഇയാളേതാ? ഞാൻ പിന്നെ എവന്റെ അഗ്രികൾച്ചർ ഓഫീസർ KT കൃഷ്ണൻകുട്ടി. എന്റെ ചിരകാല സുഹൃത്താണ്. ഏതൊക്കെ കാർഷിക കട എഴുതി തള്ളണം, ഏതൊക്കെ എഴുതി തള്ളണ്ട എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി സർക്കാരിൽ നിന്ന് അയച്ച സ്പെഷ്യൽ ഓഫീസറാണ്. അഗ്രികൾച്ചർ കാർഷിക കടം. അയ്യോ ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല സാർ. എവിടെ നാട്? കുരുവിക്കുളം. കേട്ടിട്ടില്ലേ കുരുവിക്കുളത്ത് കുഞ്ഞമ്പിള്ള? ഇവന്റെ ഫാദറാ. ഇവരെ അപ്പനപ്പന്മാരായിട്ട് കൃഷി ഓഫീസേഴ്സാണ്. ഇത്രയും വലിയ ഓഫീസറായിട്ട് ആളെന്ത് സിമ്പിൾ ആണെന്ന് നോക്കണേ. ഞാൻ കൃഷി ആവശ്യത്തിന് വേണ്ടി ഒരു ലോൺ എടുത്തിരുന്നു. പക്ഷേ സ്വർണം പണയം വെച്ചെടുത്ത് അത് കാർഷിക കടമായിട്ട് അംഗീകരിക്കില്ലെന്നാ ബാങ്ക് പറഞ്ഞത്. അതൊരു പ്രശ്നമേ അല്ല. ആ ഗോൾഡ് ലോണിനെ നമ്മൾ അഗ്രികൾച്ചർ ലോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അധികം വിചാരിച്ചാൽ മതി. മതിയോ? മതിയെന്നേ. അതായത് കുഴപ്പം അറിയാം. നിയമം വിട്ടൊന്നും ചെയ്യൂല. എന്റെ പൊന്നളിയാ, പിള്ളച്ചേട്ടന്റെ കാര്യം നീ റൂളും മുന്നേ നോക്കേണ്ട കാര്യമില്ല. അല്ല നന്ദു, ഒന്നും പറയണ്ട. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. ഇതെല്ലാം ശരിയാവുന്നവരെ ഇവ ഇവിടെ തന്നെ താമസിക്കട്ടെ, അല്ലേ? അതെ, ഇവിടെ താമസം സാർ. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പിള്ളച്ചേട്ടനോട് പറയാൻ മടിക്കരുത്. ഞാൻ ആളറിയാതെ ഈ എല്ലാ കാര്യവും ഞാൻ ഏറ്റ്. പിള്ളച്ചേട്ടാ, സ്നേഹമാണ് ഏറ്റവും വലുത്. ഒരുമാതിരി ചെറ്റത്തരം കാണിക്കരുത്. നീ ഒന്ന് സമാധാനമായിട്ട് അവിടെ ഇരിക്കും. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും കേൾക്കണ്ട. ഇതിലും ഭേദം ആ കുരുക്കുളത്ത് തന്നെ ഇറക്കലായിരുന്നു. അതിനിവിടെ എന്ത് സംഭവിച്ചെന്ന് പറ. ഒന്നും സംഭവിച്ചില്ല അല്ലേ? ആ നിഷ്കളങ്കം പിള്ളേരെ നീ രക്ഷപ്പെട്ടു. എന്റെ തലയായ ഘട്ടത്തിലായി. ഈ ചുറ്റുകളിക്കൊന്നും എന്നെ കിട്ടൂല. ഇത് ചുറ്റിക്കളിയൊന്നും അല്ല, തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. നീ വഹോ, എന്തൊക്കെ ഗുണ്ടകളെ അടിച്ചു വിട്ടത്. ലാൽക്കനും ലിംഷാക് മാനേജിംഗ് ഡയറക്ടർ, കൊട്ടാരം പോലത്തെ വീട്, കാറ്, ഡ്രൈവർ, കോപ്പാണ് കോപ്പ്. കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും ബാധ്യത്തിനൊന്നും ഒരു കുറവില്ല. കടമെടുത്ത് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തി പറയാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇലനക്കി പട്ടിയുടെ ചിറുനക്കി പട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് എഴുന്നള്ള ആര് പറഞ്ഞു? ആ സ്റ്റാമ്പ് ഒഴുങ്ങി രാമപിള്ളയുടെ സ്വഭാവം നീ കാണിക്കരുത്.